ഇവളെന്റെയാണ്. എന്നോടൊപ്പം ജീവിക്കാൻ കോടതി അനുവദിച്ച പെൺകുട്ടി. അന്ന് നീ കോടതി പറഞ്ഞില്ലേ, കല്യാണം കഴിച്ച് നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പോവാണ്. എനിക്കും ഇനി നീ മാത്രമേ ഉള്ളൂ. ஐயோ, எங்க போச்சு? அப்ப வருஷக்கணக்காக நான் வச்சிருந்த இந்த தாலி. വെട്രിവേൽ സുന്ദരപാണ്ഡ്യന്റെ കയ്യിൽ നിന്നും താലിമാല പിടിച്ചു വാങ്ങി കൺമണിയുടെ കഴുത്തിൽ കെട്ടിയതോടെ പ്രേമചന്ദ്രന്റെ ശത്രുക്കളുടെ എണ്ണം കൂടി. സുന്ദരപാണ്ഡ്യൻ പോലീസിനെ കൂട്ടുപിടിച്ച് പ്രേമചന്ദ്രനെ വേട്ടയാടാൻ നോക്കിയെങ്കിലും മണികണ്ഠൻ ആശാരിയുടെയും കുഞ്ഞുകുട്ടന്റെയും ശക്തമായ പിന്തുണ പ്രേമചന്ദ്രന് തുണയായി. ബാലൻ മാസ്റ്ററുടെ വേർപാടിന്റെ ദുഃഖം കൺമണിയുടെ സാന്നിധ്യത്തിലൂടെ പ്രേമചന്ദ്രൻ പതിയെ മറികടന്നു. വർഷങ്ങൾ വേഗത്തിൽ കടന്നുപോയി. പ്രേമചന്ദ്രനും കൺമണിയും അവരുടെ ജീവിതം കഠിനാധ്വാനത്തിലൂടെ പടുത്തുയർത്തി. ബാലൻ മാസ്റ്ററിന്റെ ഓർമ്മകൾ എന്നും അവരുടെ ജീവിതത്തിലെ വഴികാട്ടിയായി. ഇതിനിടെ പ്രേമചന്ദ്രന് എന്നും താങ്ങും തണലുമായി നിന്നിരുന്ന മണികണ്ഠനും കുഞ്ഞുകുട്ടനും എന്നേക്കുമായി വിടവാങ്ങി. പ്രേമചന്ദ്രനും കൺമണിക്കും 2 പെൺമക്കളാണ്. മുതിർന്നവൾ നീതു കോളേജിലും ഇളയവൾ നന്ദന സ്കൂളിലും പഠിക്കുന്നു. കൺമണി പണ്ട് വേലായുധൻകുട്ടിയായി വേഷം മാറി നടന്ന കഥ മക്കൾക്കെല്ലാം കാണാപാഠമാണ്. അമ്മയുടെ ആ പഴയ കുസൃതിയും തന്റെ ഇടവും അതുപോലെ കിട്ടിയത് ഇളയ മകൾക്കാണ്. തന്റെ ആശാരിപ്പണിയിൽ നിന്നും മിച്ചം വെച്ചതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് പ്രേമചന്ദ്രൻ ഒരു ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു. കുഞ്ഞുകുട്ടനും മണികണ്ഠനാശാരിയും കൂടെയില്ലാത്തതിന്റെ വേദന പ്രേമചന്ദ്രൻ ഉണ്ടായിരുന്നു. കൺമണി അപ്പോഴും പഴയ കുസൃതിയും ഊർജ്ജസ്വലതയും കൈവിടാതെ തന്നെ പ്രേമചന്ദ്രന്റെ ബിസിനസ് കാര്യങ്ങളിൽ സഹായിയായി ഒപ്പം നിന്നു. വേലായുധൻകുട്ടിയായി വന്ന് തന്റെ ജീവിതം മാറ്റിമറിച്ച കൺമണിയാണ് തന്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പ്രേമചന്ദ്രൻ തിരിച്ചറിയുന്നു. ടൈലറിംഗ് പഠിച്ച കൺമണി സ്വന്തമായി തന്നെ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത് വസ്ത്രവ്യാപാരം തന്നെ തുടങ്ങി. തന്റെ കഴിഞ്ഞ കാലത്തിൽ താൻ അനുഭവിച്ച ദുരിതങ്ങൾ മറ്റൊരു പെൺകുട്ടിക്കും സംഭവിക്കരുതെന്ന് തീരുമാനിച്ച അവൾ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സാമൂഹിക പ്രവർത്തക കൂടിയായി മാറി. മറുവശത്ത് പഴയതെല്ലാം മറന്ന് വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയാണ് കുമാരി. അവൾക്കൊരു മകനുണ്ട്, അശ്വിൻ. അശ്വിനും പ്രേമചന്ദ്രന്റെ മകൾ നീതുവും ഒരു കോളേജിലാണ് പഠിക്കുന്നത്. അവർ നല്ല സുഹൃത്തുക്കളുമാണ്. മകളോടൊപ്പം തന്നെയാണ് സീതമ്മ താമസിക്കുന്നത്. അങ്ങനെയിരിക്കെ ഗണേശ ചെട്ടിയാർ മരണമടഞ്ഞു. പ്രേമചന്ദ്രന്റെ പഴയ സുഹൃത്തും ബിസിനസ്സുകാരനുമായ ശിവൻ തകർച്ചയുടെ അരികിലെത്തി. ചതിയിലൂടെ സമ്പാദിച്ചതെല്ലാം ശിവന് നഷ്ടമായി. അന്ന് ശിവൻ പ്രേമചന്ദ്രനെ ഒരു ആവശ്യ സമയത്ത് സഹായിക്കാതിരുന്നതിന്റെ കുറ്റബോധം അയാളിൽ ഉണർന്നു. പ്രേമചന്ദ്രന്റെ നന്മയും സമാധാനപരമായ ജീവിതവും കണ്ട് ശിവൻ പശ്ചാത്താപത്തോടെ പ്രേമചന്ദ്രനെ വന്ന് കാണുന്നു. തന്റെ പഴയ തെറ്റുകളിൽ ഖേദം പ്രകടിപ്പിച്ച് അയാൾ പ്രേമചന്ദ്രനുമായി വീണ്ടും സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചു. ഒരു പരിഭവവും പരാതിയും കൂടാതെ തന്നെ പ്രേമചന്ദ്രൻ ശിവനെ സ്വീകരിച്ചു. അച്ഛനെയും അനിയനെയും അനാഥരാക്കി സ്വാർത്ഥതയോടെ സ്വന്തം ജീവിതം മാത്രം നോക്കി ജീവിച്ച ജ്യേഷ്ഠൻ രാമചന്ദ്രന് സ്വന്തം മരുമകനിൽ നിന്നും തന്നെ അവഗണന നേരിടേണ്ടി വന്നു. രാമചന്ദ്രൻ തന്റെ പഴയ തെറ്റുകൾ മനസ്സിലാക്കി പ്രേമചന്ദ്രനോട് ക്ഷമ ചോദിച്ചു. പ്രേമചന്ദ്രൻ ഒരു പരാതിയും പറയാതെ തന്നെ തന്റെ സഹോദരനെ സ്വീകരിച്ചു. വർഷങ്ങളായി ഉണ്ടായിരുന്ന പിണക്കങ്ങൾ അവസാനിക്കുകയും ആ കുടുംബം വീണ്ടും ഒന്നിക്കുകയും ചെയ്തു. അങ്ങനെ കാലം മുന്നോട്ടു പോയി. സ്വന്തമായി ഒരു വീടെന്ന ബാലൻ മാസ്റ്ററുടെ സ്വപ്നം പ്രേമചന്ദ്രൻ ഒടുവിൽ സാക്ഷാത്കരിച്ചു. ആ വീട് പാർക്കലിന്റെ അന്നു രാത്രി കൺമണി പ്രേമചന്ദ്രന്റെ തോളിൽ കൈവച്ച് ചോദിച്ചു, നമ്മുടെ ബാലൻ മാസ്റ്റർ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ എത്ര സന്തോഷിച്ചേനെയല്ലേ? പ്രേമചന്ദ്രൻ ഒന്നും മിണ്ടാതെ വീടിന്റെ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ബാലൻ മാസ്റ്ററുടെ ഫോട്ടോയിലേക്ക് നോക്കി. ആ ചിത്രത്തിലെ അച്ഛന്റെ ചിരിക്ക് പണ്ടത്തേക്കാൾ തെളിച്ചമുള്ളതുപോലെ പ്രേമചന്ദ്രന് തോന്നി. അവർ രണ്ടുപേരും ഉമ്മറത്തേക്ക് നോക്കുമ്പോൾ മക്കൾ രണ്ടുപേരും ചേർന്ന് ചിരിച്ചുല്ലസിക്കുകയാണ്. കഷ്ടപ്പാടുകളുടെയും കണ്ണീരിന്റെയും കാലമെല്ലാം മാറി. പ്രേമചന്ദ്രന്റെയും കൺമണിയുടെയും ജീവിതത്തിൽ ഇപ്പോൾ സ്നേഹത്തിന്റെ വസന്തകാലമാണ്.